Okay, brothers and sisters, I'm happy to see you all and be able to share God's word with you today. സൗരി സാർമാരെ നിങ്ങളെല്ലാവരും കാണുവാനും വചനം പങ്കുവയ്ക്കുവാനും ഞാൻ സന്തുഷ്ടനാണ്. We must never have a complaint about anything in our life. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു പരാതിയും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. So I hope none of you sitting here were disturbed by this delay in the video coming on or the audio. ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങൾക്കാർക്കും ഇവിടെ ഈ വീഡിയോയും ഓഡിയോയും വരുന്നതിനുള്ള ആ താമസത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന്. It did not disturb me one bit. അത് എന്നെ ഒരു രീതിയിലും ബാധിച്ചില്ല. And I'll tell you why. അതിന്റെ കാരണം ഞാൻ പറയാം. In the early days, such things used to disturb me 50 years ago. ആദ്യകാലങ്ങളിലൊക്കെ 50 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഈ കാര്യങ്ങൾ എന്നെ ബാധിക്കുമായിരുന്നു. But once I discovered what God was seeking to do in me, things changed. എന്നാൽ ദൈവം എന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ കണ്ടെത്തിയപ്പോൾ അത് മാറിപ്പോയി. I saw that God's eternal plan was to make us like Jesus Christ in our character. കർത്താവിന്റെ നിത്യമായിട്ടുള്ള പദ്ധതി യേശുക്രിസ്തുവിനെ പോലെ നമ്മുടെ സ്വഭാവം ആക്കി തീർക്കുക ആണ്. And in the Old Testament that was not possible. പഴയ നിയമത്തിൽ അത് സാധ്യമായിരുന്നില്ല. So as we think about the coming of the Lord, നാം കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ I want you to see a verse about the Lord's coming in 1 John chapter 2 and chapter 3 and verse 2. നിങ്ങൾ എന്നോടുകൂടെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നു. And there it says, we know that when he appears we will be like him because we will see him just as he is. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്നത് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. So many people, when they think of the second coming of the Lord, they only think, oh, he's going to come and I'm going to see him. മിക്ക ആളുകളും കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ വരുമെന്നും ഞാൻ കർത്താവിനെ കാണുമെന്നുമുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. Yeah, that's true, and I'm also looking forward to seeing him. അത് സത്യമാണ്, ഞാനും കർത്താവിനെ കാണുവാൻ കാത്തിരിക്കുകയാണ്. But here it says there are two things. എന്നാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. Read carefully. ശ്രദ്ധയോടെ വായിക്കുക. We will see him as he is and we will be like him. നാം അവനെ താൻ ഇരിക്കും പോലെ കാണും, നാം അവനോട് സദൃശന്മാരാകും. That both are exciting for me. ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കണം. And I'm excited about both of them. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ആവേശഭരിതനാണ്. So it's not just that Christ is going to come and I'm going to see him. ക്രിസ്തു വരുമെന്നും ഞാൻ അവനെ കാണുക എന്നുള്ളത് മാത്രമല്ല, in the early years of my Christian life, that's what I look forward to. Christ is coming and I will see him. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഞാൻ അതായിരുന്നു ചിന്തിച്ചിരുന്നത്, ക്രിസ്തു വരും, ഞാൻ അവനെ കാണും. But after CFC started 50 years ago and we began to understand the new covenant, എന്നാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് CFC തുടങ്ങുകയും നമ്മൾ പുതിയ ഉടമ്പടിയുടെ തത്വങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ, then I realized it's not just seeing him, but like it says here, I'll be like him when he comes. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് കർത്താവിനെ കാണുക, ഇവിടെ പറയുന്നത് കർത്താവിനെ കാണുക മാത്രമല്ല, കർത്താവിനെ പോലെ ആയിത്തീരും എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. Now, all of you believe that you're going to see him. എല്ലാവരും കർത്താവിനെ കാണും എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. But how many of you have this hope that you will be like him? എന്നാൽ എത്ര പേർക്ക് കർത്താവിനെ പോലെ സദൃശന്മാർ ആകും എന്നുള്ള പ്രത്യാശയുണ്ട്? Do you have a passion to become like Jesus Christ? യേശു ക്രിസ്തുവിനെ പോലെ ആകുവാനായിട്ടുള്ള ഒരു അഭിവാഞ്ച നിങ്ങൾക്കുണ്ടോ? I have a tremendous passion to be completely like Jesus Christ in my character. എൻ്റെ സ്വഭാവത്തിൽ
ക്രിസ്തുവിനെ പോലെ ആകുവാൻ, പൂർണ്ണമായിട്ടും യേശു ക്രിസ്തുവിനെ പോലെ ആകുവാനായിട്ട് എനിക്ക് വലിയൊരു വാഞ്ചയുണ്ട്. And how do I know that's true? അത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ അറിയും? If I were to ask you, many of you will say, yes, I also want to be like Jesus Christ. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മിക്കവരും പറയും, അതെ, എനിക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. But it's easy to say with our lips. അത് നമ്മുടെ വായ കൊണ്ട് സംസാരിക്കുവാൻ എളുപ്പമാണ്. But here is the test. എന്നാൽ അതിനുള്ള പരീക്ഷ ഇതാണ്. This is the proof that anyone is looking forward to becoming like him. ഇതാണ് ആരെങ്കിലും കർത്താവിനെ പോലെ ആയിത്തീരുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. 1 John 3:3. 1 യോഹന്നാൻ 3:3. Everyone who has this hope fixed on him will keep on purifying himself until he reaches Christ's standard of purity. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു, കർത്താവിന്റെ അതേ നിലവാരത്തിലേക്ക് എത്തുന്നത് വരെ. So that's my question. അതാണ് എന്റെ ചോദ്യം. I'm not asking you to give an answer with your lips that you are going to become like Christ. നിങ്ങളത് എന്നോട് ഉത്തരം പറയണമെന്നില്ല. I want to ask you this question. ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Are you purifying yourself every day, constantly, to become a little more like Christ? നിങ്ങൾ എല്ലാ ദിവസവും തുടർമാനമായിട്ട് കൂടുതലായിട്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നുണ്ടോ? Then you have a hope of becoming like him. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ പോലെ ആയിത്തീരുവാനായിട്ടുള്ള ഒരു പ്രത്യാശയുണ്ട്. Such an important thing that it is not taught in most churches. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നാൽ പല സഭകളിലും ഇത് പഠിപ്പിക്കുന്നില്ല. There are many things we teach in CFC which are not taught in other Babylonian churches. നാം മറ്റ് ബാബിലോണിയ സഭകളിൽ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും CFCയിൽ പഠിപ്പിക്കുന്നുണ്ട്. And one is this, to purify ourselves as Christ is pure. അതിൽ ഒരു കാര്യമാണ് ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്ന കാര്യം. So the only person who can say, I'm looking forward to becoming like Christ, is the one who is purifying himself as Christ is pure. ഞാൻ ക്രിസ്തുവിനെ വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്ന വ്യക്തി അവനെ തന്നെ കർത്താവ് ശുദ്ധി ഉള്ളവനായിരിക്കുന്ന പോലെ അവനെ തന്നെ ശുദ്ധീകരിക്കുന്നവനാണ്. So we must be honest here and not deceive ourselves. നാം ഇവിടെ സത്യസന്ധതയോടെ ആയിരിക്കണം, നമ്മെ തന്നെ വഞ്ചിക്കരുത്. I speak very passionately about it because I see most Christians are very sluggish and lazy about wanting to become like Christ. ഞാൻ ഈ കാര്യത്തിൽ വളരെ തീക്ഷ്ണതയോടെ ആണ് സംസാരിക്കുന്നത്. കാരണം പല ക്രിസ്ത്യാനികളും ക്രിസ്തുവിനെ പോലെ ആകുന്ന കാര്യത്തിൽ വളരെ അലസതയുള്ളവരും അതിന് താല്പര്യമില്ലാത്തവരെ പോലെയാണ്. Even in our CFC churches. നമ്മുടെ CFC സഭകളിൽ പോലും. For example, let's ask ourselves, all of us ask ourselves one question. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും നമ്മളോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം. Can you think of one area in your life where you were defeated by some sin at the beginning of this year 2025, and which you have overcome now by the time you come to the end of the year 2025? നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പരാജയപ്പെട്ടിരുന്ന ഒരു കാര്യം, കർത്താവിനെ പോലെ അല്ലാത്ത ഒരു കാര്യം, അത് തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നത് ഇപ്പോൾ നിങ്ങൾ അതിൽ ജയിച്ചതായിട്ട് ഏതെങ്കിലും കാര്യമുണ്ടോ? Answer to yourself. Yeah. Give an answer to yourself. നിങ്ങളോട് തന്നെ നിങ്ങൾ അതിന് ഉത്തരം പറയും. Yes. What was the sin which you were defeated by 1 year ago, which you have now overcome? ഒരു വർഷം മുമ്പ് നിങ്ങൾ പരാജയപ്പെട്ടു പോയിരുന്ന ഏത് പാപത്തെയാണ് ഇപ്പോൾ നിങ്ങൾ ജയിച്ചിരിക്കുന്നത്? What is an area where you were not at all like Christ? One area where you have now become like Christ. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ അല്ലാതിരുന്ന ഒരു മേഖല ഇപ്പോൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്ന അതായിട്ട് ഏതാണ് ഉള്ളത്? If I cannot even mention one area in my life that has changed in this 1 year to become more like Christ, then my dear brother, sister,
I want to tell you, you do not have the hope of the second coming of Christ. If there is not even one area where you have overcome in this last 1 year, ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ജയിച്ചിട്ടില്ലാത്ത ഒരു മേഖല പോലും ഇല്ലെങ്കിൽ, then you do not have the hope of the second coming of Christ. എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രത്യാശ ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. You may say with your lips that you do have that hope. നിങ്ങൾ അത് നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞേക്കാം, എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ പ്രത്യാശ ഇല്ല. But read this verse 3. Everyone who has this hope will purify himself until he reaches Christ's standard of purity. ഈ മൂന്നാം വാക്യം വായിക്കുക. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. So if you are not purifying yourself to reach his standard of purity more and more, what does that prove? നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ ആ ശുദ്ധിയുടെ നിലവാരത്തിലേക്ക് പോവാൻ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ അതെന്താണ് തെളിയിക്കുന്നത്? It proves, according to this verse, that you do not have this hope. ഈ വാക്യത്തിന് പ്രകാരം അത് തെളിയിക്കുന്നത് നിങ്ങൾക്ക് ആ പ്രത്യാശ ഇല്ല എന്നുള്ളതാണ്. You may say, oh, no, I believe. You may say, I believe Christ is coming back. നിങ്ങൾ പറഞ്ഞേക്കാം, അത് ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തു രണ്ടാമത് വീണ്ടും വരുന്നുണ്ട് എന്ന്. That you may believe, I agree. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ഞാൻ. But it says in verse 2 that the hope is that we will become like him. Verse 2. എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ അവനോട് സദൃശ്യന്മാരാകും എന്നുള്ള ആ പ്രത്യാശയുണ്ട്. And that hope you do not have because you are not purifying yourself. ആ പ്രത്യാശ നിങ്ങൾക്കില്ല, കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നില്ല. So many churches, people are just comforting people who are living in sin. മിക്ക സഭകളിലും ആളുകൾ പാപത്തിൽ ജീവിക്കുന്ന ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് സ്വസ്ഥമാക്കിക്കൊണ്ടുള്ള ജീവിതമാണ്. They just sing songs and get everybody excited, but their life is not becoming purer every year. അവര് പാട്ടൊക്കെ പാടി എല്ലാവരെയും സന്തോഷഭരിതരാക്കുന്നു, എന്നാൽ ഓരോ വർഷം തോറും ജീവിതം വിശുദ്ധിയുള്ളതായി തീരുന്നില്ല. So I believe God has raised up CFC churches to emphasize that. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം CFC സഭയെ എഴുന്നേൽപ്പിച്ചത് ഈ കാര്യത്തെ ഊന്നി പറയുന്നതിന് വേണ്ടിയാണ്. I know very clearly that that is the commission God has given me. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കർത്താവ് എനിക്ക് തന്ന നിയോഗം അതാണ് എന്ന്. That I must warn everybody to be ready for the coming of Christ. ഞാൻ എല്ലാവരെയും ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുന്നവരാക്കുക എന്നുള്ളത്. I'll give you one example. ഞാൻ ഒരു ഉദാഹരണം നൽകാം. I've been full-time Christian work for 60 years now. ഞാൻ ഇപ്പോൾ 60 വർഷമായിട്ട് പൂർണ്ണ സമയ ക്രിസ്തീയ ശുശ്രൂഷയിലാണ്. But especially in the last 2 years, the Lord has been making me emphasize one particular subject. എന്നാൽ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക വിഷയത്തെ ഊന്നി പറയുവാൻ കർത്താവ് എന്നോട് പറയുന്നു. I always believed it, but I never emphasized it so much in previous years. ഞാൻ അത് വിശ്വസിച്ചിരുന്നു എപ്പോഴും, എന്നാൽ ഞാൻ അതിനെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രമാത്രം അതിന് ഊന്നൽ നൽകിയിരുന്നില്ല. And that is one area where we have to become like Christ. അത് ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരേണ്ട ഒരു മേഖലയാണ്. And that you can read in Matthew chapter 6. അത് നമുക്ക് മത്തായി 6-ാം അധ്യായത്തിൽ വായിക്കാം. We know that the first step to coming to the Lord is to have our sins forgiven. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിലേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ പടി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളതാണ്. I mean, you can't even come into God's kingdom without sins being forgiven. നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരുക സാധ്യമല്ല. We cannot become a child of God without our sins being forgiven. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കപ്പെടാതെ കർത്താവിന്റെ മകനായി തീരുവാൻ കഴിയുകയില്ല. So that is like when children go to kindergarten, they learn the ABC. It is like that in the kingdom of God. അത് ഇങ്ങനെയാണ് കുട്ടികൾ നഴ്സറി ക്ലാസ്സിൽ പോയി ABC പഠിക്കുന്നത് പോലെയാണത്. Like studying the alphabet, we have to know forgiveness of sins is the first step. ഈ
അക്ഷരങ്ങൾ പഠിക്കുന്നത് പോലെ പാപക്ഷമ എന്നുള്ളത് ആദ്യത്തെ പടിയാണെന്നുള്ളത് നാം അറിയണം. If they can't read the alphabet, they cannot go beyond kindergarten to the first standard. അവർക്ക് ഈ അക്ഷരങ്ങൾ വായിക്കുവാൻ അറിയില്ലെങ്കിൽ അവർക്ക് അതിന്റെ മുകളിലേക്ക് ഒന്നാം സ്റ്റാൻഡേർഡിലേക്കൊന്നും പോകാൻ കഴിയുകയില്ല. So you cannot make progress in the Christian life unless you have your sins forgiven. നാം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. Now I want to ask all of you, ഞാൻ നിങ്ങളോടെല്ലാം ചോദിക്കട്ടെ, my dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, are your sins forgiven? നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടോ? If I speak strongly, it's because I love you all very much. ഞാൻ ശക്തമായിട്ട് സംസാരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. Everybody in CFC knows 50 years I've been speaking very, very strongly. CFCയിലുള്ള എല്ലാവർക്കും അറിയാം 50 വർഷങ്ങളായിട്ട് ഞാൻ വളരെ ശക്തമായിട്ടാണ് സംസാരിക്കുന്നത്. Because I don't massage people, I do surgery. കാരണം ഞാൻ ആളുകൾക്ക് തിരുമ്മൽ ചികിത്സയല്ല നൽകുന്നത്, അവർക്ക് ശസ്ത്രക്രിയയാണ് നൽകുന്നത്. So that the poison can be taken out of their system, the cancer can be removed. അതുവഴി അതിന്റെ യഥാർത്ഥ കാരണം, അതിന്റെ ക്യാൻസർ അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കളയാൻ കഴിയുന്ന രീതിയിൽ. And so I have to use a knife. അതുകൊണ്ട് എനിക്കൊരു കത്തി ഉപയോഗിക്കേണ്ടതുണ്ട്. But the knife is not the knife of a murderer, it's the knife of a surgeon. എന്നാൽ അതൊരു കൊലപാതകിയുടെ കത്തിയല്ല, അത് ഒരു ശസ്ത്രക്രിയ വിദഗ്ധന്റെ കത്തിയാണ്. It's not a knife that brings death, it's a knife that brings healing. അത് മരണം കൊണ്ടുവരുന്ന കത്തിയല്ല, സൗഖ്യം കൊണ്ടുവരുന്ന കത്തിയാണ്. So please take it like that. അത് ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. Now let me tell you strongly about how your sins can be forgiven. ഇപ്പോൾ നമ്മുടെ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. We have to turn from our sinful life. നാം നമ്മുടെ പാപകരമായ ജീവിതത്തിൽ നിന്നും തിരിയണം. Say, Lord Jesus, I want to give up my sinful life. പറയണം, കർത്താവേ യേശുവേ, എനിക്ക് എന്റെ പാപകരമായ ജീവിതത്തിൽ നിന്നും പിന്തിരിയണം. I confess that I have failed in these areas. ഈ മേഖലകളിലൊക്കെ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ ഏറ്റുപറയുന്നു. I believe you took the punishment for my sin on the cross completely. അങ്ങ് എന്റെ ജീവിതത്തിലെ ഈ എന്റെ ശിക്ഷ പൂർണ്ണമായിട്ടും ക്രൂശിൽ അങ്ങ് വഹിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നു. And I believe you rose from the dead. അങ്ങ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. And you ascended to heaven and you're living there today. അങ്ങ് സ്വർഗത്തിൽ കയറിപ്പോയി അവിടെ ഇപ്പോൾ വസിക്കുന്നു എന്നുള്ളതും വിശ്വസിക്കുന്നു. And I believe you sent the Holy Spirit to come and dwell in our hearts. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. All that is good. All born again churches preach that. അതെല്ലാം നല്ലതാണ്, അതെല്ലാം വീണ്ടും ജനിക്കപ്പെട്ട സഭകൾ പഠിപ്പിക്കുന്നതാണ്. But I will tell you one more thing which is not preached in many churches. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, മിക്ക സഭകളിലും പഠിപ്പിക്കപ്പെടാത്ത കാര്യം. This is not for growing in the Christian life. അത് ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നതിന് വേണ്ടി ആണ്. No, it is not for growing in the Christian life. അത് ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നതിന് വേണ്ടി അല്ല. It is for having your sins forgiven. അത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ്. It is a kindergarten lesson I am teaching. അത് നഴ്സറി ക്ലാസ്സിലെ ഒരു പാഠമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. Now read Matthew chapter 6. നാം മത്തായി 6-ാം അധ്യായത്തിലേക്ക് വരാം. Verse 15. 15-ാം വാക്യം. If you do not forgive others, your heavenly Father will not forgive your sins. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. Those of you who have, most of us have come from other churches. നമ്മൾ മിക്കവരും മറ്റ് സഭകളിൽ നിന്ന് വന്നവരാണ്. CSI, Brethren, Pentecostal, all the other churches in Kerala. CSI, Brethren, Pentecost, അതുപോലെയുള്ള കേരളത്തിലുള്ള മറ്റ് പല സഭകളിൽ നിന്നും. I want to ask you a question. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. In those churches, did anybody tell you that you cannot be born again if you don't forgive others? ആ സഭകളിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ജനിക്കുവാൻ കഴിയുകയില്ല എന്ന്? Okay, can you be born again without your sins being forgiven?
നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ നിങ്ങൾക്ക് വീണ്ടും ജനിക്കുവാൻ കഴിയുമോ? That you'll say, yeah, your sin has to be forgiven first, correct? സോറി, You will admit that sin has to be forgiven first. നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കും. But this verse says you will not be forgiven if there is even one person anywhere in the world whom you have not forgiven. എന്നാൽ ഈ വാക്യം പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പോലും ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ്. And read verse 14. 14-ാം വാക്യം വായിക്കുക. We all know that we confess our sins, the blood of Jesus will cleanse us. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം അതിനെ കഴുകി If ശുദ്ധീകരിക്കുന്നു. you don't confess your sin, it will not be forgiven. നാം ഏറ്റുപറയുന്നില്ലെങ്കിൽ അത് ക്ഷമിക്കപ്പെടുകയില്ല. But if you confess your sin, your heavenly Father will forgive you. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് അത് ക്ഷമിക്കും. But one more thing. ഒരു കാര്യം കൂടിയുണ്ട്. Verse 14. 14-ാം വാക്യം. If you forgive others, your heavenly Father will forgive you. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. That most preachers never tell people. അത് മിക്ക പ്രസംഗകരും ആളുകളോട് കൊടുക്കുന്നില്ല. You tell me, did any preacher tell you that in order to be born again, you have to forgive all other people? നിങ്ങൾ പറയുക, ഏതെങ്കിലും പ്രസംഗകൻ നിങ്ങളോട് ഇത് പറഞ്ഞോ, വീണ്ടും ജനിക്കുന്നതിന് മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ള കാര്യം? No, you were told just confess your sin to the Lord, ask him to forgive you, the blood of Jesus cleanses you. ഇല്ല, അവര് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, കർത്താവിനോട് ക്ഷമ ചോദിക്കുക, അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന്. I also did that in the early days when I was ignorant of God's ways. ഈ കാര്യം കർത്താവിന്റെ ഈ വഴികൾ ഞാൻ അറിയുന്നതിന് മുമ്പ് ആ രീതിയിലാണ് ഞാനും പറഞ്ഞു കൊടുത്തിരുന്നത്. But after the Lord baptized me in the Holy Spirit 50 years ago, എന്നാൽ 50 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തിയ ശേഷം my eyes were begun to open to so many things in the Bible. എന്റെ കണ്ണുകൾ ബൈബിളിലുള്ള പല കാര്യങ്ങളിലേക്കും തുറക്കപ്പെട്ടു. Then I began to preach the full truth. അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള ഈ സത്യം പ്രസംഗിക്കുവാൻ തുടങ്ങി. That if you want your sins forgiven, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ you must confess it. Confess your sin. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയണം. Believe that Christ died for your sins and rose again. ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ഉയർത്തെഴുന്നേറ്റു എന്നും. And you must forgive others according to verse 14. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ 14-ാം വാക്യത്തിന് പ്രകാരം മറ്റുള്ളവരോട് നിങ്ങൾ അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണം. That is so important that the devil has blinded so many people to this truth. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പിശാച് ഈ സത്യത്തെക്കുറിച്ച് പലരെയും അന്ധരാക്കിയിരിക്കുന്നു. And Jesus emphasized that in the next verse by saying, if you do not forgive, your Father will not forgive you. യേശു ഈ കാര്യം ഊന്നി പറഞ്ഞുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മനുഷ്യരോട് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല എന്ന് പറയും. Even if you became a child of God genuinely some time ago, നിങ്ങൾ ഒരു സമയത്ത് യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ മകനോ മകളോ ആയി തീർന്നെങ്കിലും, and God became your father, wonderful. ദൈവം നിങ്ങളുടെ പിതാവായി തീർന്നു, അത് വളരെ നല്ലതാണ്. After becoming a child of God, എന്നാൽ ഒരു ദൈവ പൈതലായി തീർന്ന ശേഷം, and God is your father, ദൈവം നിങ്ങളുടെ പിതാവാണ്, and as a believer you had some conflict with somebody and you did not forgive that person, ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾക്ക് ആരുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടായി, എന്നാൽ അവരോട് ക്ഷമിച്ചില്ല. It doesn't say here God will not forgive you, it says your father will not forgive you. ഇവിടെ ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നല്ല പറഞ്ഞ, നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നാണ് പറയുന്നത്. If it said God, then it is referring to unbelievers. ഇത് ദൈവം എന്ന് പറഞ്ഞെങ്കിൽ അത് അവിശ്വാസികളെ ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് പറയാം. It's saying your father. That's very important. Your father will not forgive you if you don't forgive others. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല, നിങ്ങൾ മറ്റുള്ളവർ ക്ഷമിക്കുന്നില്ലെങ്കിൽ. My dear brothers and sisters, I don't mind emphasizing that again and again. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അത് വീണ്ടും വീണ്ടും ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു.
because that is the most important thing here, and I don't want any of you to be lost eternally. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിത്യമായിട്ട് നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. You may say somebody did a terrible sin against me. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം, ആരോ നിങ്ങൾക്കെതിരെ ഒരു വലിയ പാപം ചെയ്തു എന്ന്. I want to ask all of you one question. നിങ്ങളോടെല്ലാവരും ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. Those of you who are married, നിങ്ങൾ വിവാഹിതരായവർ, have you forgiven your mother-in-law? നിങ്ങളുടെ അമ്മായി അമ്മയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? Has your mother-in-law hurt you in some way, done something wrong? നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ മുറിപ്പെടുത്തി, എന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തെങ്കിൽ Have you forgiven? അവരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? Did your father-in-law cheat you in something? നിങ്ങളുടെ അമ്മായി അപ്പൻ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ വഞ്ചിച്ചിട്ടുണ്ടോ? Have you forgiven? അവനോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? Is there anybody who cheated you with some money matter? പണപരമായ വിഷയത്തിൽ നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ Have you forgiven? അവരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? Completely? പൂർണ്ണമായിട്ടും? Or think of some other thing. Somebody harmed your children. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെ ആരെങ്കിലും മുറിപ്പെടുത്തി. Or let's come a little closer. നമുക്ക് കുറച്ചുകൂടി അടുത്ത് വരാം. Have you forgiven your wife? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? Do you have a grudge against your wife for something she did? നിങ്ങളുടെ ഭാര്യ ചെയ്ത ഏതെങ്കിലും കാര്യത്തിൽ അവളോട് നിങ്ങൾക്കൊരു കയ്പുണ്ടോ? Or for something that she did not do which you wanted her to do? അല്ലെങ്കിൽ അവൾ ചെയ്യേണ്ടിയിരുന്ന ഏതോ കാര്യം ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവളോടുണ്ടോ? Have you forgiven your husband for the foolish things he has done? നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ അവൻ ചെയ്ത മടയത്തരങ്ങൾക്കായിട്ട്? Can you honestly say that you love your husband and you love your wife? നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുമോ, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ളത്? And there's absolutely nothing blocking your relationship with your marriage partner. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തെ തടസ്സമായി വരുന്ന മറ്റു ഒരു കാര്യവുമില്ല എന്ന് പറയാൻ കഴിയുമോ? If there is something, some hindrance there, that means you're not forgiven something, even in your marriage partner. അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പോലും ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. And before this conference is over, I want to prepare you for the coming of the Lord. ഈ കോൺഫറൻസ് അവസാനിക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to have a reputation for preaching a great message. എനിക്ക് ഒരു വലിയ സന്ദേശം പ്രസംഗിച്ചു എന്നുള്ള ഒരു പേര് ഞാൻ ആഗ്രഹിക്കുന്നില്ല. That is what I desired when I was 30 years old. 30 വയസ്സായിരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. Now I don't desire that at all. ഇപ്പോൾ ഞാൻ അത് അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. I am desiring that every single person here will be ready to meet Jesus Christ. That's more important for me. എന്നെ സംബന്ധിച്ച് എന്റെ ആഗ്രഹം ഇവിടെ ഉള്ള എല്ലാ വ്യക്തികളും ക്രിസ്തുവിനെ കാണുന്നതിന് തയ്യാറായിരിക്കണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം. When you ask yourself, why is it you cannot forgive somebody for something they did? അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, അവര് ചെയ്ത ഒരു തെറ്റിന് അവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന്. Sometimes even among believers, they don't forgive one another in the same church. ചില സമയത്ത് വിശ്വാസികൾക്കിടയിൽ പോലും ഒരേ സഭയിലുള്ള ആളുകൾ അവർ തമ്മിൽ ക്ഷമിക്കുന്നില്ല. You can have a grudge against a fellow elder in your church because you're jealous of him or you don't like something in him. നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിലുള്ള മൂപ്പനോട് ഒരു കയ്പുണ്ടായിരിക്കാൻ കഴിയും, അവനോടുള്ള അസൂയയിലോ അല്ലെങ്കിൽ അവൻ ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടോ. Then what's the use listening to so many messages about the second coming? You're not ready for it. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പല സന്ദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നാം തയ്യാറല്ല അതിന്. You may say, oh, but he did some terrible sin against me or my child. നിങ്ങൾ പറഞ്ഞേക്കാം, അവൻ എനിക്കെതിരെ, എന്റെ കുഞ്ഞിനെതിരെ വളരെ വലിയൊരു പാപം ചെയ്തു എന്ന്. We read that those who have the hope of second coming of Christ will want to be like him and will purify themselves as he is pure.
നാം വായിച്ചു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവര് അവര് അവരെ തന്നെ നിർമ്മലീകരിക്കുകയും ക്രിസ്തുവിന്റെ അതേ നിലവാരത്തിലേക്ക് അവരെ തന്നെ ശുദ്ധീകരിക്കും എന്ന് നാം വായിച്ചല്ലോ. How shall I purify myself as Jesus is pure in the area of forgiving others? ഞാൻ യേശു മറ്റുള്ളവരോട് ക്ഷമിച്ച ആ മേഖലയിൽ ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ അതേ നിലവാരത്തിലേക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നത്? What was the greatest sin that was committed on this earth? ഈ ഭൂമിയിൽ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ പാപം എന്തായിരുന്നു? Some will say what Eve committed in the Garden of Eden. അത് ചിലർ പറഞ്ഞേക്കാം അത് ഹൗവ ഏദൻ തോട്ടത്തിൽ ചെയ്തതാണെന്ന്. Wrong. അത് തെറ്റാണ്. The greatest sin committed on this earth was the crucifixion of Jesus Christ by evil men. ഈ ഭൂമിയിൽ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ പാപം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. ദുഷ്ടമനുഷ്യർ യേശുക്രിസ്തുവിനെ ക്രൂശീകരിച്ചത്. And as soon as that cross was lifted up with Jesus hanging on it and put into that hole in the ground. Sorry. Jesus was crucified on that cross and the cross was lifted up and put into the hole in the ground. യേശുവിനെ ക്രൂശീകരിച്ച ശേഷം ആ ക്രൂശ് അവിടെ നിലത്ത് കുഴിച്ചിട്ട സമയത്ത് തന്നെ the very first words that Jesus spoke was, Father, forgive them for they don't know what they are doing. യേശു പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇതായിരുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല. What was he asking the Father to forgive them? എന്താണ് പിതാവിനോട് യേശു അവരോട് ക്ഷമിക്കാൻ ചോദിച്ചത്? Forgive them for the greatest sin that was ever committed on this earth. ഈ ഭൂമിയിൽ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ പാപത്തെ അവരോട് ക്ഷമിക്കണം എന്നാണ്. That is the example Jesus has given us. അതാണ് യേശു നമുക്ക് തന്ന മാതൃക. That if he can immediately forgive the greatest sin that was committed on the earth, we should be willing to forgive any sin. യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ നമുക്കും അത് ചെയ്യണം. But some of you may say, I'll forgive him when he asks for forgiveness. എന്നാൽ ചിലരൊക്കെ പറഞ്ഞേക്കാം, അവൻ എന്നോട് ക്ഷമ ചോദിച്ചാൽ ഞാൻ ക്ഷമിക്കാമെന്ന്. Did the people who crucified Jesus ask for forgiveness? യേശുവിനെ ക്രൂശീകരിച്ചവര് യേശുവിനോട് ക്ഷമ ചോദിച്ചോ? Till today, the Jewish people who crucified Christ have not asked Christ for forgiveness. ഇന്ന് വരെയും യേശുവിനെ ക്രൂശീകരിച്ച യഹൂദരായ ആളുകൾ യേശുവിനോട് ക്ഷമ ചോദിച്ചിട്ടില്ല. He did not wait for that. He just forgave them immediately. അതിനുവേണ്ടി യേശു കാത്തിരുന്നില്ല, അപ്പോൾ തന്നെ അവരോട് ക്ഷമിച്ചു. I am not to expect other people to ask me for forgiveness. ഞാൻ എന്നോട് മറ്റുള്ളവർ ക്ഷമ ചോദിക്കണമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. I follow Jesus, who never expected anyone to ask him for forgiveness. ഞാൻ ആരും അവനോട് ക്ഷമ ചോദിക്കണമെന്നുള്ളത് പ്രതീക്ഷിക്കാത്ത യേശുവിനെയാണ് ഞാൻ പിൻപറ്റുന്നത്. Immediately he forgave. അപ്പോൾ തന്നെ അവൻ ക്ഷമിച്ചു. Let me show you another example. മറ്റൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. Matthew 12. മത്തായി 12. Jesus once cast out a demon from a person in verse 22. യേശു ഒരിക്കൽ ഒരു ഭൂതബാധനായ വ്യക്തിയിൽ നിന്നും പിശാചിനെ പുറത്താക്കി. Matthew 12 verse 22. മത്തായി 12:22 വാക്യം. Immediately the person was delivered from the demon. അവൻ അപ്പോൾ തന്നെ അവൻ ഭൂതത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. And the crowd said, this is wonderful, this must be the son of David. Verse 23. 23 വാക്യത്തിൽ പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. But the Pharisees were jealous of that. എന്നാൽ പരീശന്മാർ അതിന് അസൂയുള്ളവനായിരുന്നു. And they said, no. This is because this is the devil who has come in the person of Jesus. Beelzebul is a name for the devil. That is why he's telling these demons to go. അവര് പറഞ്ഞു, ഇത് പരീശന്മാർ പറഞ്ഞത് ഇത് ഭൂതങ്ങളുടെ തലവനായിട്ടുള്ള ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല, പിശാചിനെ കൊണ്ടാണ് പുറത്താക്കിയതെന്നാണ് അവർ പറഞ്ഞത്. So they were saying that Jesus was under the control of the devil. അവര് പറയുന്നത് യേശു
പിശാചിന്റെ നിയന്ത്രണത്തിലാണെന്നായിരുന്നു. Beelzebul, is the ruler of demons, is the devil. ബേൽസെബൂൾ ഭൂതങ്ങളുടെ തലവൻ അത് പിശാചാണ്. And they were saying Jesus was under the control of the ruler of demons, the devil. അവര് പറയുന്നത് ഇതാണ്, യേശു ഭൂതങ്ങളുടെ തലവനായിട്ടുള്ള പിശാചിന്റെ കീഴിലാണെന്ന്. Can you imagine a greater sin than it was like crucifying him, calling him the devil? യേശുവിനെ ക്രൂശീകരിക്കുകയും അവനെ പിശാച് എന്ന് വിളിക്കുകയും ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? You remember once Miriam questioned Moses, why did you marry that woman? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മിരിയം ഒരിക്കൽ മോശയെ ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് നീ ആ സ്ത്രീയെ വിവാഹം കഴിച്ചതെന്ന് ചോദിച്ചുകൊണ്ട്. Immediately she got leprosy. അപ്പോൾ തന്നെ അവൾക്ക് കുഷ്ഠം രോഗമുണ്ടായി. And she was put out of the camp. അവരുടെ ക്യാമ്പിൽ നിന്നും അവളെ പുറത്താക്കി. You read about Elisha. എലീശയെ കുറിച്ച് നാം വായിക്കുന്നു. That some young people made fun of his bald head and said, you also go up to heaven like Elijah. ചില ചെറിയ കുട്ടികൾ അവന്റെ കഷണ്ടി തലയെ കളിയാക്കി, നീയും ഏലിയാവിനെ പോലെ കേറിപ്പോകുക എന്ന് പറഞ്ഞു. Some bears came out of the forest and ate them up. ചില കരടികൾ കാട്ടിൽ നിന്നും കയറി വന്ന് അവരെ തിന്നുകളഞ്ഞു. What do these two examples teach us? ഈ രണ്ട് ഉദാഹരണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? Don't dare to speak against a servant of God like Moses or a servant of God like Elisha. മോശയെ പോലെയോ ഏലിയാവിനെ പോലെയോ ഉള്ള ഒരു ദൈവഭൃത്യനോട് നിങ്ങൾ അവരെ ആ രീതിയിൽ പെരുമാറരുത്. Devadasan, someone like a servant of God. ദേവദാസന്മാരോട് ആ രീതിയിൽ സംസാരിക്കരുത്. Here is the greatest servant of God, Jesus Christ. ഇവിടെ കർത്താവിന്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദൈവദാസനായിട്ടുള്ള യേശു ക്രിസ്തുവാണ്. And they call him the devil. അവനെയാണ് പിശാച് എന്ന് വിളിക്കുന്നത്. Which is worse than what those Miriam or those young people said to Elisha. അത് മിറിയാമും ആ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങള് എലീശായോടും പറഞ്ഞതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. What should these people get as punishment? ഇവർക്ക് അതിന്റെ ശിക്ഷയായിട്ട് എന്താണ് ലഭിക്കേണ്ടത്? You know what they got? അവർക്ക് എന്താണ് ലഭിച്ചതെന്ന് അറിയാമോ? Forgiveness. ക്ഷമ. See verse 32. 32-ാം വാക്യം കാണുക. Whoever speaks a word against the Son of Man, it be forgiven him. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. In the English it is very clear. ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്. It says here, whoever will speak in future against the Son of Man, it's forgiven. അവിടെ ആരെങ്കിലും മനുഷ്യപുത്രനെതിരെ സംസാരിച്ചാൽ അത് ഭാവി കാലത്തിൽ ഇനി സംസാരിക്കാൻ പോകുമ്പോഴും അവരോട് ക്ഷമിക്കപ്പെട്ടു എന്നാണ് പെടുമെന്നാണ്. That is the meaning here. That means for the next 2000 years, if anybody speaks against Jesus Christ, there itself he forgave them 2000 years ago. അതാണ് ഇവിടെ അർത്ഥം. ഇനി 2000 വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും മനുഷ്യപുത്രനെതിരെ സംസാരിച്ചാൽ അവരും ഇപ്പോൾ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷമിക്കപ്പെടും എന്നാണ്. I have learned from that. That is how I must follow Jesus. ഞാൻ അതിൽ നിന്നും പഠിച്ചു, അങ്ങനെയാണ് ഞാൻ യേശുവിനെ പിൻപറ്റേണ്ടത്. That I say, and I have said this also. Whoever speaks against that opponent for the rest of my life, and even after I die, is forgiven now itself. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ആരെങ്കിലും സാക് പുന്നനെതിരെ എൻ്റെ ഇനിയുള്ള ജീവിതത്തിലും അതിനുശേഷവും ഞാൻ മരിച്ചതിന് ശേഷവും ആരെങ്കിലും എനിക്കെതിരെ സംസാരിക്കുമെങ്കിലും അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവരോട് ഞാൻ ക്ഷമിക്കുന്നു. I call that future forgiveness. അതിനെ ഞാൻ ഭാവിയിലേക്കുള്ള ക്ഷമ എന്നാണ് പറയുന്നത്. That means nobody need be afraid that they will not be forgiven because they said something against me. അതിന്റെ അർത്ഥം എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിനെ കുറിച്ച് അവർ അത് ക്ഷമിക്കപ്പെടുമോ എന്ന് ആരും പേടിക്കേണ്ടതില്ല. I have forgiven them already. Now future forgiveness. ഞാൻ ഇപ്പോൾ തന്നെ ഭാവിയിലേക്കുള്ള ആ ക്ഷമ അവർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. That is because I want to follow Jesus Christ. അതിന്റെ കാരണം ഞാൻ യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്.
I never knew all this some years ago. ഈ കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നില്ല. See, following Jesus is like walking along a way where you discover more and more and more and more as you follow him. യേശുവിനെ പിൻപറ്റുക എന്നുള്ളത് ഒരു വഴിയിലൂടെ നടന്ന് യേശുവിനെ കൂടുതൽ 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 പിൻപറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ അറിയുന്നതാണ്. Oh, 20 years ago, I never knew about this forgiving people for the future sins. 20 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭാവിയിലേക്കുള്ള പാപങ്ങൾക്ക് അവരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല. But as I walked with the Lord showed me that. എന്നാൽ ഞാൻ കർത്താവിനോടൊത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചു തന്നതാണത്. And I believe the Lord will show me many more things in the next year. അതുപോലെ തന്നെ അടുത്ത വർഷവും ഇതുപോലെ പല കാര്യങ്ങളും കർത്താവിനെ കാണിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. But the Lord has burdened me, especially in the last 2 years, wherever I preach, to speak on telling people to forgive everyone completely. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കർത്താവ് ഞാൻ എവിടെയൊക്കെ സംസാരിക്കുന്നു അവിടെയെല്ലാം മറ്റുള്ളവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നതിനെ കുറിച്ച് ഊന്നി പറയാൻ കർത്താവ് എന്നോട് പറയുന്നു. I asked the Lord, why are you putting this burden on me since the last 2 years? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു ഭാരം എനിക്ക് തുടർച്ചയായിട്ട് നൽകുന്നത് എന്തുകൊണ്ടാണ്? That was in the Bible for 2000 years, but only last 2 years you are emphasizing it to me. ഇത് ബൈബിളിൽ 2000 വർഷങ്ങളായിട്ടുണ്ടായിരുന്നു, എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് എനിക്ക് കർത്താവ് ഇത് ഊന്നൽ നൽകി തന്നത്. Is it because you're coming soon? Is that why you're urging me to preach this now? അത് അങ്ങ് വരുന്നത് അങ്ങയുടെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ടാണോ ഈ കാര്യം പറയാൻ എന്നോട് ഇപ്പോൾ? I don't know the day of the coming of the Lord. Jesus said nobody knows. യേശുവിന്റെ രണ്ടാം വരവിന്റെ സമയം എനിക്കറിയില്ല, ആർക്കും അതറിയില്ല. But I find that this is one thing that the Lord is urging me to emphasize. എന്നാൽ ഈ കാര്യം ഊന്നുവാനായിട്ട് കർത്താവ് എന്നെ ഈ കാലങ്ങളിൽ നിർബന്ധിക്കുന്നു. So I want to show you something else in 1 John chapter 2. 1 യോഹന്നാൻ 2 ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ കാണിക്കാം. See here in 1 John 2 and verse 28. 1 യോഹന്നാൻ 2:28 This is speaking to God's people. ഇത് കർത്താവിന്റെ ആളുകളോടാണ് സംസാരിക്കുന്നത്. It says little children. അവിടെ പറയുന്നത് കുഞ്ഞുങ്ങളെ. In verse 1 it says little children, your advocate is Jesus Christ the righteous. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അഡ്വക്കേറ്റ് നീതിമാനായ ക്രിസ്തുവാണ്. ഒന്നാം വാക്യത്തിൽ പറയുന്നത്. 1 യോഹന്നാൻ 2:1 വാക്യത്തിൽ പറയുന്നത് നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് ഉണ്ട്. So there he says my little children. അതുപോലെ ഇവിടെയും കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. So he is speaking to believers. ഇവിടെ വിശ്വാസികളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. And now read this carefully. ശ്രദ്ധയോടെ ഇത് വായിക്കുക. When Christ comes again, there are going to be 2 groups of believers. ക്രിസ്തു വീണ്ടും വരുമ്പോൾ 2 തരത്തിലുള്ള വിശ്വാസികൾ ഉണ്ടായിരിക്കും. Now we know that's going to be 2 groups of believers and unbelievers. That everybody knows. 2 കൂട്ടങ്ങൾ, വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. But how many know that there'll be 2 groups among believers also? എന്നാൽ വിശ്വാസികളുടെ ഇടയിലും 2 കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? Those are not my words. ഇത് എന്റെ വാക്കുകളല്ല. John the apostle writes it. അപ്പോസ്തലനായ യോഹന്നാൻ ഇത് എഴുതുന്നു. Read verse 28 carefully. 28-ാം വാക്യം ശ്രദ്ധയോടെ വായിക്കുക. See if you yourself can see 2 groups of believers there. ഇവിടെയും നമുക്ക് 2 കൂട്ടത്തിലുള്ള ആളുകളെ കാണുവാൻ കഴിയും. Read carefully. ശ്രദ്ധയോടെ വായിക്കുക. Little children, abide in him, so that when he appears we may have confidence and not shrink away from him in shame at his coming. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. So there are 2 groups of believers when Christ comes again. ക്രിസ്തു രണ്ടാമത് വരുമ്പോഴും 2 കൂട്ടം വിശ്വാസികൾ ഉണ്ടായിരിക്കും. First group is the one who have great boldness and confidence and say, thank you Lord, we are ready to meet you. ഒന്നാമത്തെ കൂട്ടം വളരെ ധൈര്യത്തോടെ, കർത്താവേ നന്ദി, ഞങ്ങൾ അങ്ങേ
സ്വീകരിക്കുവാനായിട്ട് അങ്ങേ കാണുവാനായിട്ട് തയ്യാറാണെന്ന് പറയുന്നവർ. But there's another group മറ്റേ കൂട്ടം that is shrinking away in shame, trying to hide themselves from his presence when he comes. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോയി അവരെ തന്നെ മറയ്ക്കുന്ന ആളുകളായിട്ട് Can you imagine some believers, little children, they are believers who are trying to hide when Christ comes. They are not ready to meet him. വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവര് ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവരെ തന്നെ മറച്ചുകൊണ്ട് കർത്താവിനെ കാണുവാനായിട്ട് തയ്യാറല്ലാത്തവരായിട്ടുള്ളവര് അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുമോ? The unbelievers praying, Lord, let the rocks fall on us and cover us. Unbelievers saying that we can understand. അവിശ്വാസികൾ കർത്താവെ മലകൾ ഞങ്ങളുടെ മേൽ വീഴട്ടെ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകും. But what is this about believers shrinking away when Christ comes? എന്നാൽ വിശ്വാസികൾ ലജ്ജിച്ചു പോകുന്നത്, ക്രിസ്തു വരുമ്പോൾ ലജ്ജിച്ചു പോകുന്നതിനെ കുറിച്ച് എങ്ങനെയാണത്? Who are they? ആരാണവർ? Those are the believers who did not purify themselves day by day. ഓരോ ദിവസവും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കാത്ത വിശ്വാസികളാണ് അത്. No believer is perfect. ഒരു വിശ്വാസിയും പൂർണ്ണനല്ല. I've been a believer 66 years. I'm not at all perfect. ഞാൻ 66 വർഷമായിട്ട് ഒരു വിശ്വാസിയായിരുന്നു. ഞാൻ ഇപ്പോഴും പൂർണ്ണനായിട്ടേ ഇല്ല. That means I have not become 100% like Jesus Christ. അതിന്റെ അർത്ഥം 100% യേശുക്രിസ്തുവിനെ പോലെ ഞാൻ ആയി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. But I have become more in fellowship with him in the last 1 year than in the previous years. എന്നാൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനു മുമ്പുള്ള വർഷങ്ങളേക്കാൾ കൂടുതൽ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വളർന്നിട്ടുണ്ട്. Every year I'm becoming a little more closer to him. ഓരോ വർഷവും ഞാൻ കൂടുതലായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. That is not a proud statement. അതൊരു അഹങ്കാരത്തോടെയുള്ള ഒരു പ്രസ്താവനയല്ല. It's like you're saying, your child telling you, Mommy, I got promoted from 2nd standard to 3rd standard. അത് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് പോലെയാണ്, മമ്മി ഞാൻ 2ാം ക്ലാസ്സിൽ നിന്നും 3ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന്. And next year says, Mommy, I got promoted now to 3rd standard to 4th standard. അടുത്ത വർഷം പറയുന്നത്, മമ്മി ഞാൻ 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചു എന്ന്. There are thousands of people getting promoted like that year by year. ഓരോ വർഷവും ആ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. So that is how we also must have a promotion in our life to becoming more like Christ every year. അതുകൊണ്ടാണ് നമുക്കും ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ള കാര്യത്തിൽ ഓരോ വർഷവും ഒരു സ്ഥാനക്കയറ്റം ഉണ്ടായിരിക്കണം. So here is one area where you must get a promotion. ഈ ഒരു മേഖലയിൽ നാം തീർച്ചയായിട്ടും നമുക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കണം. We are going to enter 2026. നാം 2026ലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. Get a promotion in this one subject. ഈ ഒരു വിഷയത്തിൽ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുക. That from now onwards you will forgive everybody immediately as soon as somebody does some harm to you. ഇപ്പോൾ മുതൽ എന്നോട് എനിക്കെതിരെ എന്നെ മുറിപ്പെടുത്തിയ ഓരോ വ്യക്തിയോടും അപ്പോൾ തന്നെ ഞാൻ ക്ഷമിക്കും എന്നുള്ള കാര്യം. And before doing that, right now forgive all the people who hurt you in the past. അത് ചെയ്യുന്നതിന് മുമ്പേ ഇപ്പോൾ തന്നെ നിങ്ങളോട് നേരത്തെ ഭൂതകാലത്തിൽ നിങ്ങളെ മുറിപ്പെടുത്തിയ ആളുകളോട് ക്ഷമിക്കുക. That is how you can purify yourself now. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവാൻ കഴിയുന്നത്. So one more thing. ഒരു കാര്യം കൂടി. Turn with me to Matthew chapter 5. മത്തായി 5-ാം അധ്യായത്തിലേക്ക് എന്നോടുകൂടെ തിരിയുക. In Matthew 5, മത്തായി 5-ൽ he's talking about the possibility that not somebody hurt you, but verse 22, you got angry with a brother and hurt him. അവിടെ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ള അല്ല, നിങ്ങൾ ആരെങ്കിലും മുറിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. Verse 22, you are angry with your brother and said something that hurt him. 22-ാം വാക്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് കോപിച്ച് അവനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച്.
what should you do? അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? This is not somebody hurting you, but you hurting somebody else. ഇത് ആരെങ്കിലും നിങ്ങളെ മുറിപ്പെടുത്തുന്നതല്ല, മറ്റാരെയോ നിങ്ങൾ മുറിപ്പെടുത്തുന്നതാണ്. This is also forgiveness, but it is forgiveness in the opposite way. ഇതും ഇതും ക്ഷമയാണ്, എന്നാൽ അതിന്റെ വിപരീതമായിട്ടുള്ള തലത്തിലുള്ള ക്ഷമയാണ്. In the other case, first case, somebody else hurt you, you have to forgive them. മറ്റേ കാര്യത്തിൽ മറ്റാരോ നിങ്ങളെ മുറിപ്പെടുത്തി അവരോട് നിങ്ങൾ ക്ഷമിക്കുന്നു. Now here you have hurt somebody else. എന്നാൽ ഇവിടെ നിങ്ങൾ ആരെയോ മുറിപ്പെടുത്തിയിട്ടുണ്ട്. Can you think of somebody you have hurt in some way by your words or actions or something that you remember? നിങ്ങളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ആരെങ്കിലും മുറിപ്പെടുത്തിയതായിട്ട് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? Did you speak rudely to a brother? ഏതെങ്കിലും ഒരു സഹോദരനോട് ധാർഷ്ട്യത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? Did you speak rudely to your mother-in-law? നിങ്ങളുടെ അമ്മായിയമ്മയോട് നിങ്ങൾ പരുഷമായിട്ട് സംസാരിച്ചോ? Or to your brother-in-law or your brother? നിങ്ങളുടെ അളിയനോടോ നിങ്ങളുടെ സഹോദരനോടോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? Can you think something comes to your mind now? ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ? Then it says in verse 23, അങ്ങനെയെങ്കിൽ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, when you come to the altar and present your offering, നിങ്ങൾ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ കൊണ്ടുവരുമ്പോൾ. What that means today is when you come to the Lord and pray. That's what it means. ഇന്നത്തെ കാലത്ത് അത് അർത്ഥമാക്കുന്നത് കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ എന്നുള്ളതാണ്. And there you remember verse 23 that your brother has got something against you. അവിടെ വെച്ച് നിങ്ങൾ ഓർക്കുന്നു സഹോദരന് നിന്റെ നേരെ വലതും ഉണ്ടെന്ന്. Or your sister has got something against you. നിങ്ങളുടെ സഹോദരിക്ക് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ Or your ഓർക്കുകയാണ്. mother-in-law has got something against you. നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് നിങ്ങൾക്കെതിരെ എന്തോ ഉണ്ടെന്ന് Or ഓർമ്മ your വരുവാണെങ്കിൽ, wife has got something against you. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്കെതിരെ എന്തോ ഉണ്ട്, Or your husband has got something against you. നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർക്കുമ്പോൾ, Because you hurt them in some way with your words or actions. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അവരെ ഏതെങ്കിലും രീതിയിൽ മുറിപ്പെടുത്തിയത് കാരണം കൊണ്ട് The Lord says, stop praying. കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുന്നത് നിർത്തുക. A Bible which is full of exhortations to tell us to pray. There's one verse which says, stop praying. ബൈബിളില് നാം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഉള്ള ഉപദേശങ്ങൾ ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഒരു വാക്യം പറയുന്നത് നാം പ്രാർത്ഥിക്കുന്നത് നിർത്തുക എന്ന്. That is the meaning of don't leave your offering there in the altar. Go back. അതാണ് നിങ്ങളുടെ യാഗം അവിടെ വെച്ചിട്ട് തിരിച്ചു പോകാൻ പറയുന്നതിന്റെ അർത്ഥം. That is meaning is you don't pray. Stop praying to God. അതിന്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തുക. So here is one verse in the Bible which says you must stop praying. ബൈബിളില് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തുക എന്ന് പറയുന്ന ഒരു വാക്യം ഇവിടെ ഉണ്ട്. Have you ever heard a preacher to tell you stop praying? ഏതെങ്കിലും ഒരു പ്രസംഗകൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നത് നിർത്തുക എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? Jesus said it. യേശു അത് പറഞ്ഞിട്ടുണ്ട്. I may be the only one who's taught you that. ഞാനായിരിക്കാം നിങ്ങളെ അത് പഠിപ്പിച്ച ഒരേ ഒരു വ്യക്തി. Can you think of any other preacher who told you to stop praying? ഏതെങ്കിലും ഒരു പ്രസംഗകൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചിന്തിക്കാമോ? I preached this all over the world on the basis of verse 23. ഈ 23-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലോകം മുഴുവൻ ഈ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട്. And says not only that, now go to that person, verse 24, and be reconciled to the person, then come and pray. അത് മാത്രമല്ല 24-ാം വാക്യത്തിൽ ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. Go and be reconciled to your wife. നിങ്ങൾ പോയി നിങ്ങളുടെ ഭാര്യയോട് നിരപ്പ് പ്രാപിക്കുക. Or to your mother-in-law. നിങ്ങളുടെ അമ്മായിയമ്മയോട് നിരപ്പ് പ്രാപിക്കുക. Or whoever, to your boss or anybody whom you hurt. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോടോ നിങ്ങൾ മുറിപ്പെടുത്തിയ ആരോടോ. If you don't ask forgiveness, നിങ്ങൾ ക്ഷമ ചോദിക്കുന്നില്ലെങ്കിൽ God is not going to listen to your prayer. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. That is the meaning of leave your offering there. Don't waste your time praying to God. അതാണ് നിങ്ങളുടെ യാഗം അവിടെ വെച്ചിട്ട് പോവുക, നിങ്ങളുടെ സമയം പാഴാക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Verse 25, make friends quickly with this person who's got something against you.
25-ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രതിയോഗിയോടു കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. He's got something against you because you hurt him with your words or your actions. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അവനെ മുറിപ്പെടുത്തിയതിന് അവന് നിങ്ങൾക്കെതിരെ എന്തോ ഉണ്ട്. My dear brothers and sisters, even though I speak strongly, these are the words, strong words of love. എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഞാൻ ശക്തമായിട്ട് സംസാരിക്കുന്നുവെങ്കിലും ഇത് സ്നേഹത്തിന്റെ ശക്തമായിട്ടുള്ള വാക്കുകളാണ്. People who love you will speak strongly to you. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളോട് ശക്തമായിട്ട് സംസാരിക്കും. People who are not bothered whether you go to hell or not, they will not speak strongly to you. നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നതിനെ കുറിച്ച് താല്പര്യമില്ലാത്തവർ നിങ്ങളോട് മൃദുവായിട്ട് സംസാരിക്കും. I don't want a single person who listens to me to go to hell. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒരു വ്യക്തി പോലും നരകത്തിൽ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Not only that, I don't want a single person sitting here to miss the reward that God wants to give his children. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന ആ പ്രതിഫലം അത് നഷ്ടപ്പെടുത്തുന്നവരായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. So this is how we must purify ourselves to be ready for the coming of the Lord. ഇങ്ങനെയാണ് നാം ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്നത്. So I just want to say something else now from Acts 24. ഞാൻ അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം വാക്യത്തിൽ നിന്നും മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. Brother Joji has given me permission to speak for 1.5 hours. ബ്രദർ ജോജി 1.5 മണിക്കൂർ സംസാരിക്കാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. I don't want to bore anybody or put anybody to sleep. നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുകയോ ആരെയും ഉറങ്ങുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. But I'm really burdened in my heart that every person listening here should purify yourself as Jesus is pure. എന്നാൽ യഥാർത്ഥമായിട്ടും എൻ്റെ ഹൃദയത്തിൽ ഈ ഭാരം ഉള്ളത് ഇവിടെ കേൾക്കുന്ന ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിനെ പോലെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. A true message from God always comes with a burden from the heart. കർത്താവിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള ഒരു സന്ദേശം അത് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരത്തിൽ നിന്നാണ് വരുന്നത്. And I have this great burden today. എനിക്ക് ഈ ഒരു വലിയൊരു ഭാരമുണ്ട്. Acts 24. അപ്പോസ്തല പ്രവൃത്തികൾ 24 verse 15. 15-ാം വാക്യം. The last part. There will certainly be a resurrection of the righteous and the wicked. അതിന്റെ 15-ാം വാക്യത്തിൽ നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും. Definitely there will be a resurrection. തീർച്ചയായും അങ്ങനെയുള്ള ഒരു പുനരുദ്ധാനം ഉണ്ടായിരിക്കും. Not one resurrection, two resurrections. ഒരു പുനരുദ്ധാനമല്ല, 2 പുനരുദ്ധാനങ്ങൾ. One is for the righteous and many years later for the wicked. ഒന്നാമത്തേത് നീതിമാന്മാരുടേത്, പിന്നെ പല വർഷങ്ങൾക്ക് ശേഷം നീതികെട്ടവരുടേത്. That is described in Revelation chapter 20. അത് വെളിപ്പാട് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. No, 20. 20-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. So we don't want to go there, but here it says there will be 2 resurrections. അങ്ങോട്ട് പോകേണ്ടതില്ല. ഇവിടെ നാം 2 പുനരുദ്ധാനങ്ങളെ കുറിച്ച് വായിക്കുന്നു. And Paul says, I want to be in the resurrection of the righteous, not in the resurrection of the wicked. പൗലോസ് പറയുന്നത്, ഞാൻ കാത്തിരിക്കുന്നത് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയല്ല, ആണ് നീതികെട്ടവരുടെ ഇതിനു വേണ്ടിയല്ല. And I want all of you to be in the resurrection of the righteous and not the resurrection of the wicked. നിങ്ങൾ എല്ലാവരും നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ആയിരിക്കണമെന്നാണ് നിങ്ങളെ കുറിച്ചെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത്, നീതികെട്ടവരുടെ അല്ല. Paul said, because of this, in order to be in the resurrection of the righteous, I do my best, verse 16, to keep my conscience blameless before God and men all the time. 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ഉൾപ്പെടുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. That word shramikinu is very important.
ശ്രമിക്കുന്നു എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. I do my best എനിക്ക് എൻ്റെ കഴിവിൽ പരമാവധി ഞാൻ ചെയ്യുന്നു. to keep my conscience clean എൻ്റെ മനസാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതിന്. before God. കർത്താവിന്റെ മുമ്പ്, ദൈവത്തിന്റെ മുമ്പിലും. Those are bad thoughts I have or any wrong attitude I have towards God. I want to keep my conscience clear. ഒരു തെറ്റായ ചിന്തയോ ദൈവത്തോട് തെറ്റായിട്ടുള്ള ഒരു മനോഭാവമോ ഉണ്ടെങ്കിൽ അവിടെ എൻ്റെ മനസാക്ഷി ശുദ്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And like the two arms of the cross, horizontally also, I want to keep my conscience clear before men. ആ കുരിശിന്റെ രണ്ട് വശങ്ങൾ പോലെ തിരശ്ചീനമായിട്ടും ഞാൻ എൻ്റെ മനസാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. So I want to keep my conscience clear before every human being. എല്ലാ മനുഷ്യരുടെയും മുമ്പിലും എൻ്റെ മനസാക്ഷി ശുദ്ധമായിട്ടിരിക്കുവാൻ ഞാൻ What ആഗ്രഹിക്കുന്നു. Paul said. അതാണ് പൗലോസ് പറഞ്ഞത്. Nobody should be able to say to me that I hurt him and I did not apologize. ആർക്കും ഈ കാര്യം എന്നോട് പറയാൻ കഴിയരുത്, അവനെ ഞാൻ മുറിപ്പെടുത്തിയിട്ട് അവരോട് ഞാൻ ക്ഷമ ചോദിച്ചില്ല എന്നുള്ളത്. Or I borrowed money from him and I did not return it. ഞാൻ ഒരാളിൽ നിന്നും പണം കടം വാങ്ങി അത് തിരിച്ചു കൊടുത്തില്ല എന്ന്. Or some government should not say that I did not pay a tax properly. അല്ലെങ്കിൽ ഞാൻ ടാക്സ് ശരിയായ രീതിയിൽ നൽകിയില്ല എന്നുള്ളത് ഗവൺമെന്റിനും പറയാൻ കഴിയരുത്. No shopkeeper should say that I cheated him in any way. ഒരു കടക്കാരനും ഇങ്ങനെ പറയരുത് എന്നെ ഈ മനുഷ്യൻ വഞ്ചിച്ചു എന്നുള്ള കാര്യത്തിൽ. In no office, no boss in my office should say that I cheated them. ഓഫീസിലെ മേലുദ്യോഗസ്ഥനും അവരെ ഞാൻ വഞ്ചിച്ചു എന്നോ ഒന്നും പറയാൻ അനുവദിക്കരുത്. My conscience must be clear before God and before men. എന്റെ മനസാക്ഷി ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യന്റെ മുമ്പാകെയും ശുദ്ധമായിരിക്കണം. All the time. എപ്പോഴും. Why? എന്തുകൊണ്ടാണ്? Because I want to be in the resurrection of the righteous, not the resurrection of the wicked. കാരണം ഞാൻ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നീതികേട്ടരുടേതിലല്ല. And Paul says, I do my best. പൗലോസ് പറയുന്നത്, ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. Are you doing your best to keep your conscience clear before God and before men? നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ? And the second important word there is always. Always means 24 hours a day, 7 days a week. അവിടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാക്ക് എല്ലായ്പ്പോഴും എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും ഒരു ആഴ്ചയുടെ 7 ദിവസവും. I'm always, all the time, every day, I want to keep my conscience clear before God and before men. എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഞാൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പാകെ മനസാക്ഷി ശുദ്ധമായിട്ട് സൂക്ഷിക്കുവാൻ And I do ശ്രമിക്കുന്നു. my best to do that. എന്റെ പരമാവധി ആ കാര്യം ഞാൻ ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. This is the Apostle Paul saying. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. Towards the end of his life. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ. He was more than 60 years old now. ഇപ്പോൾ താൻ 60 വയസ്സിന് മുകളിലായിട്ടുണ്ട്. He was converted when he was about 30. തനിക്ക് 30 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് വീണ്ടും ജനിച്ചത്. And what he's talking here is his testimony of 30 years. താൻ ഇവിടെ പറയുന്നത് 30 വർഷമായിട്ടുള്ള തന്റെ സാക്ഷ്യമാണ്. And today, if you think that you're more wise than Paul and you can be careless in this area, you're deceiving yourself. ഇപ്പോൾ നിങ്ങൾ പൗലോസിനേക്കാൾ ബുദ്ധിയുള്ളവരാണെന്ന് ചിന്തിച്ച് ഈ കാര്യത്തിൽ നിങ്ങളെ അശ്രദ്ധയുള്ളവരായിരിക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുവാൻ കഴിയും. My dear brothers and sisters, take your life seriously. എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുക. Don't just listen to the messages and get some knowledge in your head and go away. നിങ്ങൾ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ തലയിൽ ചില അറിവ് ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു പോവുകയല്ല.
Be ready for his coming. തന്റെ വരവിന് വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുക. Every word written in this book will be fulfilled. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാക്കുകളും അത് അർത്ഥവത്തായി തീരും. That is why when I got converted, I started studying the Bible from the day I was born again. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ച ആ ദിവസം മുതൽ ഈ ബൈബിൾ പഠിക്കുവാൻ തുടങ്ങിയത്. And in 8 months, I read the whole Bible after I was born again. ഞാൻ വീണ്ടും ജനിച്ച ശേഷം 8 മാസത്തിനുള്ളിൽ ബൈബിൾ മുഴുവൻ ഞാൻ വായിച്ചു. Most of it I did not understand, അതിൽ മിക്കതും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. but I read it. എന്നാൽ ഞാൻ വായിച്ചു. And after that, I began to read slowly. അതിനുശേഷം ഞാൻ സാവധാനം വായിക്കുവാൻ തുടങ്ങി. Little verses, few verses in the Old Testament, few verses in the New Testament. പഴയ നിയമത്തിലുള്ള ചില വാക്യങ്ങൾ, പുതിയ നിയമത്തിലുള്ള ചില വാക്യങ്ങൾ. Every day, ഓരോ ദിവസവും I read something from Scripture, I meditated on something from Scripture every day for the last 66 years. ദൈവവചനത്തിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓരോ ദിവസവും ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ 66 വർഷങ്ങളായിട്ട്. It changed my life. അതെന്റെ ജീവിതത്തെ മാറ്റി. It changed my family life. അതെന്റെ കുടുംബജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. It changed my ministry. എന്റെ ശുശ്രൂഷയെ മാറ്റി. I was challenged by the Lord in many ways. പല കാര്യങ്ങളിലും കർത്താവിൻ ഞാൻ വെല്ലുവിളിക്കപ്പെട്ടു കർത്താവിനാൽ. Most important of all, I came to a very intimate relationship with Jesus Christ, my Lord. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഞാൻ വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് വന്നു. Exactly like a husband and wife. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം പോലെ. That is the closeness I have to my Lord today. അതാണ് എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ അടുപ്പം. It has changed my life. അതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. It delivered me from every known sin in my life. അറിയപ്പെട്ട എല്ലാ പാപങ്ങളിൽ നിന്നും അതെന്നെ വിടുവിച്ചു. It has delivered me 100% from the love of money. പണസ്നേഹത്തിൽ നിന്നും 100% അതെന്നെ വിടുവിച്ചു. It has taught me, enabled me to forgive every human being on the face of the earth. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരോടും ക്ഷമിക്കുന്നതിന് അതെന്നെ ബലപ്പെടുത്തി. And made me ready, and I have also done it, to ask forgiveness whenever I accidentally hurt somebody. മറ്റുള്ളവരോട് ഏതെങ്കിലും രീതിയിൽ അവരെ മുറിപ്പെടുത്തിയാൽ അവരോട് ക്ഷമ ചോദിക്കുന്നതിനെ കുറിച്ചും എന്നെ അത് സഹായിച്ചു. It changed my life completely. അതെന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും മാറ്റി. I want to be in the resurrection of the righteous. ഞാൻ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. And Paul did not say, "Oh, I accepted the Christ 30 years ago, so I will definitely be in the resurrection of the righteous." പൗലോസ് ഇങ്ങനെ പറയുക മാത്രമല്ല, ഞാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ സ്വീകരിച്ചു, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ആയിരിക്കുമെന്ന്. He never said that. അങ്ങനെ ഒരിക്കലും പൗലോസ് പറഞ്ഞില്ല. That's what today's believers say. ഇങ്ങനെയാണ് ഇന്നത്തെ വിശ്വാസികൾ പറയാറുള്ളത്. "Oh, I accepted the Lord 30 years ago, so I'm definitely going to be in the resurrection of the righteous." ഞാൻ 20 വർഷം മുമ്പ് കർത്താവിനെ സ്വീകരിച്ചു, അതുകൊണ്ട് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ഞാൻ ആയിരിക്കും എന്ന്. Don't deceive yourself, my brother, sister. നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് പ്രിയ സഹോദരന്മാരെ. Listen to what Paul says in Scripture. പൗലോസ് ദൈവവചനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. There will certainly be a resurrection of the righteous and the wicked. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും. When Christ returns. ക്രിസ്തു വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ. And I want to be in the resurrection of the righteous. ഞാൻ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലായിരിക്കുവാൻ So ആഗ്രഹിക്കുന്നു. I do my best to keep my conscience blameless before God and before men. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. Paul did not say, "I accepted the Lord 30 years ago, so I'm okay."
പൗലോസ് ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ സ്വീകരിച്ചു, അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. That is how the devil deceives so many believers today. അങ്ങനെയാണ് പിശാച് ഇപ്പോൾ പല വിശ്വാസികളെയും വഞ്ചിക്കുന്നത്. And one reason God has raised up CFC is to expose these lies of the devil. CFCയെ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു കാരണം ഈ പിശാചിന്റെ ഈ ഭോഷ്കുകളെ പുറത്തു കൊണ്ടുവരുവാനാണ്. So that people can be delivered and be ready for Christ's coming. ആളുകൾ അതിൽ നിന്നും വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കേണ്ടതിന്. It's a wonderful thing to be able to meet the Lord with great joy in our face. വളരെ സന്തോഷത്തോടെ കർത്താവിനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. See 2 Peter chapter 1. 2 പത്രോസ് 1-ാം അധ്യായം. It says in verse 11. 11-ാം വാക്യം. First of all, verse 11. In this way, the entrance into the eternal kingdom of our Lord Jesus Christ will be abundantly supplied to you. Second Peter chapter 1, verse 11. 2 പത്രോസ് 1:11. In this way, yeah. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ധാരാളമായി, that's a very important thing, not an ordinary entrance. സാധാരണ ഒരു പ്രവേശനമല്ല, ധാരാളമായി എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. It's going to be a special great entrance you're going to have. അത് വളരെ പ്രത്യേകതയുള്ള വലിയ ഒരു പ്രവേശനം. അതാണ്. What is the difference between an ordinary entrance and an abundant entrance? സാധാരണമായിട്ടുള്ള ഒരു പ്രവേശനവും ധാരാളമായിട്ടുള്ള ഒരു പ്രവേശനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Those who keep their conscience clear all the time. തങ്ങളുടെ മനസാക്ഷിയെ എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കുന്നതാ അവർ. Okay, let me say one last thing. ഒരു കാര്യം അവസാനമായി ഞാൻ പറയട്ടെ. Why is it so difficult for us to go and ask people for forgiveness? ആളുകളോട് പോയി ക്ഷമ ചോദിക്കുന്നത് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Only one reason. ഒരു കാരണം മാത്രമാണുള്ളത്. You husbands and wives, ask this question to yourself. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. All of you at some time or the other, I'm sure you had a fight with your wife and husband and you spoke some rude words. നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഒരു ഭാര്യയോ ഭർത്താവുമായിട്ട് ഒരു പോരാട്ടം ഉണ്ടായി, എന്തെങ്കിലും ഒരു പരുഷമായിട്ടുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. And did you ask for forgiveness immediately? നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ഷമ ചോദിച്ചോ? You did not even ask for many days. പല ദിവസങ്ങൾ ആയിട്ടും നിങ്ങൾ ചോദിച്ചില്ല. Why was it so difficult? എന്തുകൊണ്ടായിരുന്നു അത് ഇത്ര പ്രയാസമായിരിക്കുന്നത്? Why is it so difficult to ask forgiveness from the wife whom you love so much, from the husband whom you love so much? നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയോടോ, നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനോടോ ക്ഷമ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസമായിരിക്കുന്നത്? Ask forgiveness from enemy, I can understand, but to ask forgiveness from your husband and wife, why should that be difficult? മറ്റൊരു വ്യക്തിയോട് ക്ഷമ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, എന്നാൽ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ക്ഷമ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസമായിരിക്കുന്നത്? Pride, that's the reason. Pride. നിഗളം, അതാണ് അതിന്റെ കാരണം. That is the only reason. അതാണ് അതിന്റെ ഒരേ ഒരു കാരണം. So basically what the Lord is saying is, today to you, humble yourself. കർത്താവ് ഇപ്പോൾ നിങ്ങളോട് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, നിങ്ങളെ തന്നെ താഴ്ത്തുക. Because God cannot give his grace to a person who is not humble. കർത്താവിന് ഈ കൃപ താഴ്മയോടെ ഉള്ളവനല്ലാത്ത ഒരു വ്യക്തിക്ക് നൽകുവാൻ കഴിയുകയില്ല. God is very eager to give his grace. കർത്താവ് തന്റെ കൃപ നൽകുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു.
like the rain from heaven. ഒരു സ്വർഗത്തിൽ നിന്നും ഒരു മഴ പോലെ. But when rain falls, എന്നാൽ മഴ പെയ്യുമ്പോൾ where does the water accumulate? ഈ വെള്ളമെല്ലാം എവിടെ പോയാണ് കൂടിച്ചേരുന്നത്? It looks for the lowest place on the road or the lowest place in that field, and there it will accumulate. അത് ആ റോഡിലോ ആ പാടത്തോ ഉള്ള ഏറ്റവും താഴ്ന്ന ഇടത്തേക്കാണ് നോക്കിക്കൊണ്ട് അവിടെ പോയാണ് അത് കൂടിച്ചേരുന്നത്. The water is always looking for the lowest place. വെള്ളം എപ്പോഴും താഴ്ന്ന സ്ഥലത്തേക്കാണ് ഒഴുകുന്നത്. God's grace is always looking for the humblest person. ദൈവത്തിന്റെ കൃപ ഏറ്റവും താഴ്മയുള്ള വ്യക്തിയിലേക്കാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. Who will get the grace of God in this congregation first? ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത് ആർക്കാണ്? Who will get the grace of God to the maximum level in this congregation? ഈ കൂട്ടത്തിൽ ദൈവത്തിന്റെ കൃപ ഏറ്റവും കൂടിയ അളവിൽ ലഭിക്കുന്നത് ആർക്കാണ്? The one whom God considers as the humblest person sitting here. ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും താഴ്മയുള്ളതായിട്ട് ദൈവം കാണുന്ന വ്യക്തിക്ക്. That may not be a preacher or an elder. അതൊരു പ്രസംഗകനോ ഒരു മൂപ്പനോ ആയിരിക്കണമെന്നില്ല. Many elders are quite proud. പല മൂപ്പന്മാരും നിഗളമുള്ളവരാണ്. It may be some small person whom you don't think much of. അത് നിങ്ങൾ കാര്യമായിട്ടൊന്നും ചിന്തിക്കാത്ത ഒരു ചെറിയ വ്യക്തിയായിരിക്കാം. That God looks at this congregation and says, that is the humblest person sitting here. ദൈവം ഈ കൂട്ടത്തിൽ നോക്കിയിട്ട് അതാണ് ഇവിടെയുള്ള ഏറ്റവും താഴ്മയുള്ള വ്യക്തി എന്ന് കണ്ടെത്തുന്നു. That is the person who will get the maximum grace from God. ആ വ്യക്തിക്കാണ് ദൈവത്തിൽ നിന്നും ഏറ്റവും അധികം കൃപ ലഭിക്കുന്നത്. There is no respect of persons from God. ദൈവം ആളുകളെ പ്രത്യേക രീതിയിൽ ബഹുമാനിക്കുന്നതല്ല. So now my time is up. ഇപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. And while our heads are bowed in prayer, നാം പ്രാർത്ഥിക്കായി തലവണക്കിയിരിക്കുമ്പോൾ does any name come to your mind whom you have to forgive? നിങ്ങൾ ക്ഷമിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? Right now, tell the Lord quietly ഇപ്പോൾ tell the തന്നെ Lord, I forgive that person. കർത്താവിനോട് നിശബ്ദമായിട്ട് പറയുക, കർത്താവെ ഞാൻ ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നുവെന്ന്. Is there one more person? മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടോ? Say, Lord, I forgive that person. പറ, കർത്താവെ ഞാൻ ആ വ്യക്തിയോടും ക്ഷമിക്കുന്നു. All the names that come to your mind whom you have not forgiven, forgive them right now. നിങ്ങൾ ക്ഷമിക്കപ്പെടാത്ത ഓരോ വ്യക്തികളുടെയും പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരോടെല്ലാം ഇപ്പോൾ തന്നെ ക്ഷമിക്കുക. Don't get up from the chair before you have forgiven them. അവരോട് ക്ഷമിക്കാതെ നിങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കരുത്. This is very serious. ഇത് വളരെ ഗൗരവമുള്ളതാണ്. This is worse than getting cancer. ഇത് ക്യാൻസർ ഉണ്ടാകുന്നതിനേക്കാളും ഗൗരവമേറിയതാണ്. Next question. അടുത്ത ചോദ്യം. Is there anybody you have to go and ask forgiveness from? ആരോടെങ്കിലും ക്ഷമ ചോദിക്കുവാനായിട്ട് നിങ്ങൾക്കുണ്ടോ? Tell the Lord. കർത്താവിനോട് പറയുക, Lord, at the first opportunity, I'm going to contact that person. കർത്താവെ, എനിക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ ആ വ്യക്തിയെ ഞാൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. Either by meeting him, ഒന്നുകിൽ അവനെ നേരിട്ട് കാണുക, or calling him on the phone, അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുന്നത്, or writing a letter, അല്ലെങ്കിൽ ഒരു എഴുത്തെഴുതുന്നത്, or an email. അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുന്നത്. But as soon as possible, Lord, I'm going to ask forgiveness from that person. എത്രയും വേഗത്തിൽ കർത്താവെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കാൻ പോവുകയാണ്. If you take those two decisions about forgiving and asking forgiveness, ഈ രണ്ട് തീരുമാനങ്ങൾ, ക്ഷമിക്കുന്നതും ക്ഷമ ചോദിക്കുന്നതുമായിട്ടുള്ള ആ തീരുമാനങ്ങൾ and you എടുക്കുകയെങ്കിൽ, maintain your conscience clear like that, അങ്ങനെ നിങ്ങളുടെ മനസാക്ഷി ശുദ്ധിയോടെ നിങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ, I can tell you without any doubt, you will have an abundant entrance into God's kingdom. നിങ്ങളോട് ഒരു സംശയവും കൂടാതെ എനിക്ക് പറയാൻ കഴിയും,
നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് ധാരാളമായിട്ടുള്ള പ്രവേശനം ലഭിക്കുമെന്ന്. And the joy of the Lord will fill your heart from today onwards. കർത്താവിന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തെ ഇന്നു മുതൽ നിറയ്ക്കും. Heavenly Father, സ്വർഗീയ പിതാവേ, please don't let anybody here miss out on what you have said to them. അങ്ങ് സംസാരിച്ച കാര്യം ഒന്നും ആരും വിട്ടുകളയാതിരിക്കാനായിട്ട് സഹായിക്കണമേ. Please forgive the limitations I have in speaking. എനിക്ക് സംസാരിക്കുന്നതിലുള്ള പരിമിതിയെ എന്നോട് ക്ഷമിക്കണമേ. Let your Holy Spirit speak beyond my limitations. എന്റെ പരിമിതികൾക്ക് അതീതമായിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. But don't let anyone here miss out on your plan for their life. അങ്ങേ അവരുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങയുടെ പദ്ധതി ആരും വിട്ടു പോകാതിരിക്കേണ്ടതിന് അങ്ങ് സഹായിക്കണമേ. I pray in the name of our Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.